സാറേ ബി.ജെ.പിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ബി.ജെ.പി വിചാരിച്ച ഒരു പെർഫോമൻസിലേക്ക് ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെ? നേമത്ത് മാത്രമേ ഒരു മികച്ച പെർഫോമൻസിലേക്ക് അവർ എത്തിയിട്ടുള്ളൂ. പാലക്കാട് നമുക്കറിയാം പിരാഗിരി പഞ്ചായത്തൊന്നും എണ്ണിയിട്ടില്ല. അത് എണ്ണി തുടങ്ങുമ്പോൾ ഈ ഒരു ഫലം മാറി മറിയും അല്ലെ? അങ്ങനെ നമുക്ക് പറയാം വേണമെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ പറയാം ഞങ്ങളുടെ പൂട്ടിപ്പോയ അക്കൗണ്ട് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നും വേണമെങ്കിലും പറയാം. അതെ, പണ്ട് ഒ രാജഗോപാൽ നേമത്തെ അക്കൗണ്ട് ജയിച്ചതായിരുന്നു. പിന്നീട് അക്കൗണ്ട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ് അദ്ദേഹം പൂട്ടിച്ചു. ആ അക്കൗണ്ട് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ സാധ്യത മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ഏതാണ്ട് പകുതി വോട്ടുകളെ എണ്ണിയിട്ടുള്ളൂ. പകുതി വോട്ടുകൾ എണ്ണുമ്പോൾ പോലും ഏതാണ്ട് ഒരു കംഫർട്ടബിൾ മാർജിനിലാണ് ഇപ്പം നേമത്ത് നിൽക്കുന്നത്. 4600 ചില്ലുവാന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് തുടക്ക സമയത്ത് അവർ ഏതാണ്ട് 5 സീറ്റ് വരെ ലീഡ് ചെയ്തതാണ്. കാസർഗോഡ് വന്നിരുന്നു, പാലക്കാട്, ഒരു ഘട്ടത്തിൽ തിരുവല്ല വന്നിരുന്നു. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ ഇടയ്ക്ക് നേമത്തടക്കം ചില മാറ്റങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ പകുതി വെച്ചിട്ട് നമുക്കൊരു ട്രെൻഡിനെ വിശേഷിപ്പിക്കാൻ ഒക്കുന്നില്ല. പക്ഷേ മഞ്ചേശ്വരം ഇപ്രാവശ്യം നല്ല മാർജിനിലാണ്. ഏതാണ്ട് 15,000 മുകളിലേക്ക് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് അതിനകത്ത് ഇനിയും ബുദ്ധിമുട്ടായിരിക്കും അവിടെ. കാരണം സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ മാർജിൻ 86 വോട്ടിനോ മറ്റോ ആണല്ലോ അവിടെ തോറ്റത്. പക്ഷേ മഞ്ചേശ്വരത്തെ പ്രതീക്ഷ വേണ്ട, കാസർഗോഡ് വേണ്ട, അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ പാലക്കാടാണ് ലീഡ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന്റെ. അവിടെയും നമ്മൾ കുറച്ചുകൂടെ കഴിയണം, ഒരു 10 റൗണ്ടൊക്കെ കഴിഞ്ഞെങ്കിലേ നമുക്കതിൻ്റെ ഒരു പൊസിഷൻ പറയാൻ പറ്റുകയുള്ളൂ. പിന്നീട് അവർക്ക് കഴക്കൂട്ടം പ്രതീക്ഷയാണ് ഇപ്പോഴും. കഴക്കൂട്ടത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ മാർജിനിലാണ്. ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും വി മുരളീധരൻ ലീഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയ വോട്ടേ ഉള്ളൂ, 7-8 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ലീഡ് എടുക്കുന്നത്. അപ്പൊ കഴക്കൂട്ടവും നിയമവുമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനകത്തില് ഒരു പക്ഷെങ്കിൽ സാധ്യതയായിട്ട് വരാൻ. പാലക്കാട് നമ്മൾ അവസാനം മുമ്പ് അർജുൻ പറഞ്ഞതുപോലെ പാലക്കാടിന്റെ പ്രധാനപ്പെട്ട വിരായിനിയും അങ്ങനെയൊക്കെയുള്ള പഞ്ചായത്തൊക്കെ എണ്ണിക്കഴിയുമ്പോഴേ അതിന്റെ ഒരു ഫൈനൽ ഇത് വരികയുള്ളൂ. അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ രണ്ടർത്ഥത്തിൽ അതിനെ എടുക്കാം. അവർ വീണ്ടും പൂട്ടിയ അക്കൗണ്ട് തിരിച്ചു പിടിച്ച് 2 കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ ചേർത്തെന്ന് പറയാം. 50% കൂടെ ഞങ്ങൾ സീറ്റ് നേടിയെന്ന് പറയാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് ഒരു പൂർണ്ണ വിലയിരുത്തലിന് സാധ്യമായിട്ടില്ല. ഒരു 10 റൗണ്ട് കഴിയട്ടെ, 10 റൗണ്ടെങ്കിലും കഴിയുമ്പോൾ കൃത്യമായിട്ട് ഒരു പിക്ചർ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ വിചാരിച്ചിരുന്ന പെർഫോമൻസിലേക്കൊന്നും അവർ എത്തിയിട്ടില്ല അല്ലേ? അല്ല, വിചാരിച്ച പെർഫോമൻസിന് അവർ 3ാം മുന്നണിയിലെ ഒരു കക്ഷിയായിട്ടാണല്ലോ മത്സരിച്ചത്. 3 പ്രധാനപ്പെട്ട മുന്നണികളാണ് ഇവരുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പ്രധാനപ്പെട്ട കക്ഷികളിൽ BDJS ഉണ്ട്, ഇപ്പൊ 2020 വന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കക്ഷികളെല്ലാം LDF-നകത്തിൽ അല്ലെങ്കിൽ UDF-നകത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഓളമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ആ ഓളത്തിനകത്തിൽ ആര് നിന്നാലും ജയിക്കും. നമ്മളിപ്പോൾ കണ്ണൂർ കാണുന്നില്ലേ? കണ്ണൂർ അവസ്ഥ എന്നല്ല, ഇപ്പൊ മുഖ്യമന്ത്രി ഇപ്പോഴാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ വോട്ടെണ്ണി രാവിലെ 8 മണിക്ക് വോട്ടെണ്ണം തുടങ്ങിയിട്ട് 12 മണിക്ക് ശേഷം 4 മണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രി പോലും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന് ജയിച്ച ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി കഷ്ടിച്ച് 1,500 വോട്ടിന്റെ ലീഡ് എടുത്ത് ഇപ്പൊ 12:15 മണിക്കാണ്. ഇപ്പോഴാണ് ആ ലീഡ് പൊസിഷനിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടൊന്നും അറിയാമല്ലോ. അതുപോലെ അവരുടെ കോട്ടകളായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ, പയ്യന്നൂരിലെ, അതേപോലെ തന്നെ തളിപ്പറമ്പില്, അവിടെയൊക്കെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കാണുന്നില്ലേ? അമ്പലപ്പുഴയിൽ G. സുധാകരൻ, അതായത് പാർട്ടിയിൽ നിന്ന് കലഹിച്ച് പുറത്തേക്ക് പോയ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരും ജയിച്ച് കയറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ലീഡാണ് അവർ എടുക്കുന്നത്. 5,000-ന് മുകളിൽ ലീഡാണ് ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ഈ നേതാക്കന്മാരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവര് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പിന്നണിയിലേക്ക് പുറയിലേക്ക് പോകുമ്പോൾ മന്ത്രിമാർ തന്നെ ഇപ്പൊ ജയിക്കുന്ന മന്ത്രി റിയാസിന്റെ കാര്യത്തിലാണ് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്നത്. റിയാസ് ജയിച്ചേക്കും. ബാക്കി മുഴുവൻ മന്ത്രിമാരും തോക്കുന്ന രീതിയിലേക്കാണ്, അല്ലെങ്കിൽ അവർക്ക് വിജയത്തിന്റെ ഒരു സാധ്യത ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് പുറയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ അവസ്ഥ നിൽക്കുമ്പോൾ ഇതൊരു വലിയ ഓളമാണ്, UDF-ന് അനുകൂലമായിട്ടൊരു വലിയൊരു ഓളമാണ്. ഈ ഓളത്തിൽ ആര് നിന്നാലും ആരെപ്പല്ല കടപുഴകി വീഴും എന്നൊരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചത് അത് തന്നെയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അങ്ങനെ വലിയൊരു കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു പക്ഷെങ്കിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരും. പക്ഷേ 2 സീറ്റെങ്കിലും
സംസ്ഥാന അധ്യക്ഷനടക്കം 2 സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ആശ്വസിക്കാം. കണ്ടോ ഞങ്ങൾക്ക് പൂട്ടിപ്പോയ അക്കൗണ്ട് ഈ വലിയ തരംഗത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു, 2 സീറ്റ് കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ 1 സീറ്റെങ്കിലും സംസ്ഥാന അധ്യക്ഷനെങ്കിലും ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ആശ്വസിക്കാൻ പറ്റും. അവർ വലിയ അവകാശവാദമൊന്നും ഒരു സർവേ അവർക്ക് കൊടുത്തിരുന്നില്ല കേട്ടോ. 0 മുതൽ 5 വരെ, 3 മുതൽ 3 അല്ലെങ്കിൽ 5 സീറ്റൊക്കെ അവരെ കുറിച്ചൊരു അവകാശവാദം നേരത്തെ എല്ലാ സർവേകളും ചൂണ്ടിക്കാണിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ക്ഷീണം NDA മുന്നണിക്ക് ഉണ്ടാകും നമുക്ക് പറയാനൊക്കുന്നില്ല. കെ സുരേന്ദ്രന്റെ പെർഫോമൻസും മോശമായിരുന്നു അല്ലേ? ഇപ്പൊ കഴിഞ്ഞ തവണ ജസ്റ്റ് കുറച്ച് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഇപ്പോ AK അഷ്റഫ് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സുരേന്ദ്രന്റെ പെർഫോമൻസിലേക്കാട്ടിലുപരിയായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. അവിടുത്തെ കണക്കുകൾ അങ്ങനെയാണ് വരുന്നത്. അവിടെ എന്നും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മുസ്ലിം സ്ഥാനാർത്ഥി. അവിടുത്തെ മുസ്ലിം ഡോമിനേറ്റഡ് മണ്ഡലമാണ്, അതുപോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. പക്ഷേ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ കുറച്ച് നമുക്കെന്നും അറിയാവുന്നത് പോലെ തന്നെ അവിടെ BJP ജയിപ്പിക്കരുത്, അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് BJPയുടെ ശ്രീ KG മാരാര് മത്സരിക്കുന്ന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിലൊക്കെ മത്സരങ്ങൾ അദ്ദേഹം ജയിക്കുമെന്ന് തോന്നൽ വരും. പക്ഷേ ആ സമയത്ത് വലിയ ക്രോസ് വോട്ടിംഗ് നടക്കുന്ന മണ്ഡലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രോസ് വോട്ടിംഗ്, കാരണം BJP ഒരിക്കലെങ്കിലും ആദ്യം സീറ്റ് കിട്ടുന്നത് മഞ്ചേശ്വരത്തായിരിക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. ശരിയുമാണ്, അവർ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ്. പക്ഷേ അതിനുള്ള അനുവദിക്കത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പോൾ LDF എന്നാണെങ്കിലും അല്ലെങ്കിൽ UDF പരസ്പരം ക്രോസ് വോട്ടിംഗ് നടക്കുന്ന മണ്ഡലമായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ നന്നായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള ഒഴുക്കില്ലായിരുന്നു. ഈ പറയുന്ന ഒരു ഭാഗത്തേക്കുള്ള വലിയ ഒഴുക്കില്ലായിരുന്നത് കൊണ്ടാണ് സുരേന്ദ്രന് കഷ്ടിച്ച് 89 വോട്ടിന്റെ കുറവേ അന്ന് അവിടെ സംഭവിച്ചത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഒരു നല്ല മുസ്ലിം കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ SDPI ആദ്യം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അവർ സ്ഥാനാർത്ഥി അവിടെ പിൻവലിച്ചു കൊടുത്തു. UDFന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവർ തന്നെ പറഞ്ഞിരുന്നതാണ്, പിൻവലിച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ ആ ഫാക്ടറെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സുരേന്ദ്രനെ ഈ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ ആ സ്ഥാനാർത്ഥി ഇപ്പം പകുതി വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 15,000-നും 5 ഡിജിറ്റിലാണ്, 15,000-ന് മുകളിലേക്കാണ് ഭൂരിപക്ഷം കയറിപ്പോയിരിക്കുന്നത്. അതാണ് ആ മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ ഒരു പെർഫോമൻസിനകത്തിൽ വന്ന ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാഹചര്യം വേറെയാണ്. ഒഴുക്കിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയാണ് സംഭവിച്ചത്. പിന്നെ കൺസോൾട്ടേഷനും മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷനും ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് എന്താവും BJPയുടെ ഭാവി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് അടുത്ത സ്റ്റേജ് നോക്കിയാൽ മതി. ഇപ്പൊ അവർ ബംഗാൾ അവരുടെ ഉദ്ദേശത്തിലുള്ളതെല്ലാം അവർ സാധിച്ചില്ലേ. ബീഹാർ അവർ പിടിച്ചെടുത്തു. ഇപ്പൊ പശ്ചിമ ബംഗാൾ ഉറപ്പായി കഴിഞ്ഞു. ഏതാണ്ട് ഉറപ്പ് 172 സീറ്റിലാണ് ഇപ്പോൾ അവർ ലീഡ് ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് മമതയ്ക്ക് 85 സീറ്റേ ഉള്ളൂ. തമിഴ്നാട്ടിലെ വിജയിയാണ് ഒറ്റക്കക്ഷി ആയിട്ട് വന്നതെങ്കിലും ADMK BJP സഖ്യവുമായിട്ട് ചേർന്നെങ്കിലേ അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാണുന്നില്ലേ? അപ്പൊ സൗത്തിലേക്ക് അവർ എൻട്രി വന്നു കഴിഞ്ഞു. അവരുടെ ഒന്നാമത്തെയും ടാർഗറ്റുകളൊക്കെ അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ മന്ത്രിസഭ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു. തമിഴ്നാട്ടിലെ ADMK TVKയുമായിട്ട് ചേർന്നിട്ട് അടുത്ത മന്ത്രിസഭ തമിഴ്നാട്ടിലും ആകുന്നു. അവർ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് കേരളത്തിലെ ഭരണം 2031 വേണ്ട, 36 മതി എന്നാണ് പറഞ്ഞത്. 2036 അവർ കേരളം നോക്കുന്നുള്ളെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ അർത്ഥത്തിൽ ശരിയാണ്. അവരുടെ ലക്ഷ്യം രണ്ടും സാധിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായ ബംഗാളും തമിഴ്നാടും അവർ പിടിക്കുന്ന ഏതാണ്ട് ഇതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കേരളത്തിൽ കുറച്ചുകൂടെ സാവകാശമാകട്ടെ. ബംഗാളിൽ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, 2 സീറ്റിൽ നിന്നല്ലേ അവർ കയറി വന്നത്. 2 സീറ്റിൽ നിന്ന് വന്ന് 77 ഭരണവുമായി. അങ്ങനെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് തോന്നുന്നത്.